പുരം മടവൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. അതേസമയം സംഭവത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, ഇന്നലെ 4 മണിയോടെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ തിരുവനന്തപുരം മടവൂരിലാണ് സ്കൂൾ വിദ്യാർത്ഥിനി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിട്ടുള്ള കൃഷ്ണേന്ദു ഈ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കൂടാതെ തന്നെ നിലവിൽ ഈ കൃഷ്ണേന്ദുവിന്റെ അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരം നടത്തുക. പ്രധാനമായും ഈ പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയതനുസരിച്ച് സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കവേ ഈ കാല് കേബിളിൽ കുടുങ്ങിയാണ് ഈ വിദ്യാർത്ഥി മരിച്ചതെന്നാണ് പ്രധാനമായും പോലീസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവത്തിൽ ഈ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ മടവൂർ സ്വദേശിയായിട്ടുള്ള ബിജുകുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലേക്ക് പോയോ എന്ന് ശ്രദ്ധിച്ചില്ലെന്നും അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ബിജുകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ബിജുകുമാറിനെ പ്രതിപ്പട്ടികയിൽ ചേർക്കുമെന്ന് അല്ലെങ്കിൽ ചേർത്താൻ തന്നെയാണ് പോലീസും ഉദ്ദേശിക്കുന്നത്. ഈ മടവൂർ LP സ്കൂളിലെ വിദ്യാർത്ഥിയായ കൃഷ്ണേന്ദുവാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അല്ലെങ്കിൽ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വാഹനാപകടത്തിലടക്കം മരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടിയെ ബസ് ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബസ്സിൽ നിന്നും കുട്ടി ഇറങ്ങിയതിനു ശേഷം റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ബിജുകുമാറിനെതിരെ പോലീസ് എന്തായാലും കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ സംസ്കാരം ഇന്ന് എന്തായാലും വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിത, വിനയാണ് വിവരങ്ങൾ നൽകിയത്.